പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. SSLC മോഡൽ ക്വസ്റ്റ്യൻ പൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമ്മളിപ്പം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഓരോ യൂണിറ്റ് വൈസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് യൂണിറ്റിൻ്റെ നോക്കാം. ഓക്കെ, ഒന്നാമത്തേത് നിങ്ങൾ ഫസ്റ്റ് ഒരു കവിത പഠിച്ചിട്ടുണ്ട് അല്ലെ? അബുൽ ഖാസിം ഷാബിയുടെ അഗാനി അർറുആത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത പഠിച്ചിട്ടുണ്ട്. ആ കവിതയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കുറച്ച് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വന്നത്, ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നത്. അപ്പൊ അതില് ആദ്യം അബുൽ ഖാസിം ഷാബി അദ്ദേഹം ഏത് നാട്ടുകാരനാണ് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോ ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഏത് നാട്ടുകാരനാണ് മൂപ്പര്? ഹിന്ദി, തൂനിസി, മഗറിബി, മിസ്രി. ഏത് നാട്ടുകാരനാണ്? ഹിന്ദിയാണോ? നിങ്ങളെ പുസ്തകത്തില് പേജ് നമ്പർ 11 പുസ്തകം കയ്യിലുണ്ടേ നോക്കാം. പേജ് നമ്പർ 11 അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം തൂനുസിയാണ് കേട്ടോ, തുനീഷ്യക്കാരൻ. ഓക്കെ, അപ്പൊ അത് ഓർമ്മ ഉണ്ടാവണം. അദ്ദേഹത്തിനെ പറ്റി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോ അദ്ദേഹം എന്താണ്, തുനീഷ്യക്കാരനാണ് എന്നുള്ളത് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, നാഇസത്തുൻ എന്ന് പറഞ്ഞ വാക്കിന്റെ മുത്തറാദിഫ് ഏതാണെന്നാണ്. മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സമാനമായിട്ടുള്ള പദം, അതിന് സെയിം അർത്ഥം നൽകുന്ന പദം ഏതാണെന്നാണ് മുത്തറാദിഫിന്റെ അർത്ഥം. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് മുത്തറാദിഫ് എന്നുള്ള വാക്കാണ്. ആ വാക്ക് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം, എതിരല്ല, ഓപ്പോസിറ്റ് വേർഡ് അല്ല. എന്താ നമ്മൾ പറയേണ്ടത്? അതിന് സെയിം ആയിട്ടുള്ള വേർഡാണ് വേണ്ടത്. ഇപ്പൊ നായിസ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം ഉറക്കം തൂങ്ങിയ എന്നാണ്. അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഏത് പദമാണ് ഇപ്പുറത്ത് ബ്രാക്കറ്റിലുള്ളത്? നാദിറത്ത്, നാഇമത്ത്, യാബിസത്ത്, ദാമിസത്ത്. ഉറങ്ങുന്നത് എന്നൊക്കെ അർത്ഥം വരും. ഇതിലേതാണ് അർത്ഥത്തിന് സമാനമായ അർത്ഥം വരിക? നാദിറത്ത് പറ്റുമോ? ഓക്കെ, നിങ്ങൾ ആകെ ഒരാളെ സംസാരിക്കുള്ളൂ, അപ്പൊ അവർക്ക് സംശയം ഉണ്ട്, അയാൾ പറയൂല അല്ലെ? ശരി, അപ്പോ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു വേഗം പോവാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഓരോന്ന് ഡിസ്കസ് ചെയ്ത് പോയാൽ നമ്മളെ സമയം പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആൻസേഴ്സ് ജസ്റ്റ് സ്പീഡിൽ പറഞ്ഞിട്ട് പോവാം. എന്നിട്ട് ഞാൻ പറ്റുമെങ്കിൽ ഈ റെക്കോർഡിങ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതൊന്നുകൂടി കേട്ടു നോക്കുകയും ചെയ്യാം പരീക്ഷയുടെ മുമ്പൊക്കെ. ശരി, അപ്പോ രണ്ടാമത്തേത് നാഇസത്ത് എന്നാണ്. അത് നിങ്ങളെ പേജ് നമ്പർ 10, പുസ്തകത്തിലെ പേജ് നമ്പർ 10 എന്ത് ചെയ്യുന്നുണ്ട്, കുറെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കവിതയിൽ വന്നിട്ടുള്ള പല വാക്കുകളുടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോ നാളത്തെ ക്വസ്റ്റ്യനിൽ, അഥവാ നിങ്ങൾ എക്സാമിന്റെ ക്വസ്റ്റ്യനിൽ നാഇസത്ത് എന്നുള്ള പദം തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ എന്തായിരിക്കും, യാബിസത്ത് എന്നായിരിക്കും. എന്നിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാല് ആ ഒരു 10ാമത്തെ പേജിലുള്ള കുറെ അർത്ഥങ്ങളുണ്ട്. അതിലുള്ള ഒരുപാട് അർത്ഥങ്ങൾ ഒന്ന് എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്ന് നോക്കുകയും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം. ഇപ്പൊ നായിസത്തിന്റെ അർത്ഥം നായിമത്ത് എന്നാണ്. ഓക്കെ, മുത്തറാദിഫ് നായിമത്തുൻ എന്നാണ് പറയുന്നത്. ഇനി അബുൽ ഖാസിം ഷാബിയുടെ ദീവാനിന്റെ പേരെന്താണെന്നാണ് അടുത്ത ചോദ്യം. മസ്മു ദീവാനി അബുൽ ഖാസിം ഷാബി. ഈ ദീവാൻ എന്നുള്ളത് കവികളുടെ കുറെ കവിതകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സമാഹരണങ്ങൾക്കാണ് എന്ത് പറയാ, ദീവാൻ എന്ന് പറയാം. സോ അതിന്റെ ആൻസർ ഏതാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത് അഗാനി അൽ ഹയാത്ത്, അഗാനി അൽ ഹഖ്, അഗാനി അൽ റുആത്ത്, അൽ അഗാനി എന്നൊക്കെയുള്ള പേരിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അവിടെ നമ്മുടെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അദ്ദേഹം 25ാമത്തെ വയസ്സിൽ മരിച്ചുപോയിട്ടുണ്ട്, അബുൽ ഖാസിം ഷാബി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. നിങ്ങളെക്കാട്ടിലൊക്കെ കുറച്ചും കൂടി ഒരു വലിപ്പമുള്ള ഒരു മനുഷ്യന്റെ ഒരു ഫോട്ടോ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ദീവാനാണ് എന്ത്, അഗാനി അൽ ഹയാത്ത് എന്നുള്ളത്. ഓക്കെ, അഗാനി അൽ ഹയാത്ത് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ അദ്ദേഹത്തെ പറ്റി ഒരു 2-3 തവണ വായിച്ചു നോക്കുക അബുൽ ഖാസിം ഷാബിയെ കുറിച്ചിട്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ദിനം, ഏത് വർഷമാണ് ജനിച്ചത്, അദ്ദേഹത്തിന് മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു, ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒരു പക്ഷെ അതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ശരി, അടുത്തത് സിൽ ബിൽ മുനാസബ് എന്നാണ്. സിൽ ബിൽ മുനാസബ്, യോജിച്ചത് എന്ത് ചെയ്യണം, തമ്മിൽ ചേർക്കണം. അത് നിങ്ങൾക്ക് എപ്പോഴും അറിയുന്ന ഒരു ചോദ്യമാണ്.
ഇവിടെ കൊടുത്തിട്ടുള്ളത് അബുൽ ഖാസിം ഷാബിയും അത്തഖസ്, ഹലുമ്മി, സുഗാ, ബഹാ എന്നൊക്കെയുള്ള കുറെ വേർഡുകളാണ്. അപ്പൊ ഈ വേർഡുകളായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പിന്നെ അതിലൊന്ന് അബുൽ ഖാസിം ഷാബിയാണ്. അദ്ദേഹത്തിനോട് ഏറ്റവും മാച്ച് ചെയ്യുന്നത് നമുക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റുന്ന എന്താണ്, അദ്ദേഹത്തിന്റെ നാടാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ നാട് ഏതാണ്. അപ്പൊ ഒന്ന് പറഞ്ഞു എവിടെയാണ് അദ്ദേഹത്തിന്റെ നാട് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്ന്. ഫസ്റ്റ് ചോദ്യം ഖത്തർ. ഇപ്പൊ ഫസ്റ്റ് ചോദ്യം എന്താ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ചോദ്യം അബുൽ ഖാസിം ഷാബി ഷായിറുൻ ഡാഷ്. ഒന്നാമത്തെ ചോദ്യം അബുൽ ഖാസിം ഷാബി ഷായിറാണ്. ഏത് നാട്ടുകാരൻ? ഹിന്ദി, തൂനിസി, മഗ്രിബി, മിസ്രി. തൂനിസി. തൂനിസി. അപ്പൊ ഇവിടെ ആ വാക്ക് എവിടെ ഉണ്ടോ? അബുൽ ഖാസിം ഷാബി തൊട്ട് താഴെ എവിടെയെങ്കിലും തൂനിസി കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ട്. രണ്ടാമത്തെ. അതെ, വെരി ഗുഡ്. അടുത്തത് ടൊപ്പസ് എന്ന് പറഞ്ഞാല് നമ്മള് ഈ ഇത് പറയില്ലേ, അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷം, അന്തരീക്ഷത്തിന്റെ താപനിലയൊക്കെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ടൊക്കസ് ഉപയോഗിക്കുന്നത്. ഹലുമ്മി എന്ന് പറഞ്ഞാല് എന്നോട് ചേർന്നു നിൽക്കുന്ന അർത്ഥം. സുഗാ എന്ന് പറഞ്ഞ ഒരു ശബ്ദമാണ്. ഓക്കെ. ബഹ എന്ന് പറഞ്ഞാല് എന്താ പറയാ, വെളിച്ചം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോ ഈ തഖ്സിനോട് ഏറ്റവും മാച്ച് ആവുന്നത് ഏതാണ്? മുനാഹ് എന്നുള്ള വാക്കാണ് കേട്ടോ. തഖ്സിനോട് ഏറ്റവും മാച്ച് ആവുന്നത് മുനാഹാണ്. മുനാഹ്. അതെ. രണ്ടാമത്തേത് ഹലുമ്മി എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് വാന്നാണ് അർത്ഥം. ആ അർത്ഥത്തിന് ഇവിടെ വരുന്നത് താലി എന്നാണ്. നമ്മൾ ക്ലാസ്സിനൊക്കെ അധ്യാപകർ പറയാറില്ല, താൽ ഒരു ഉള്ളിലേക്ക് വരും എന്നുള്ളതിന് താല് പറയുന്നുണ്ട്. അതേപോലെ പറയുന്ന ഒരു വാക്കാണ് ഹലുമ്മി. സോ ഹലുമ്മിന്റെ ആൻസർ വരുന്നത് താൽ. താൽ. മൂന്നാമത്തേത് സുഗ ആണ്. സുഗ എന്ന് പറഞ്ഞാല് ആടിന്റെ ശബ്ദമാണ്. അപ്പോ സൗത്ത് ഷാത്ത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആട് ഷാത്ത്, സൗത്ത് ശബ്ദം. സോ ആട് ഉണ്ടാക്കുന്ന ശബ്ദത്തിനാണ് എന്ത് പറയാ, സുഗ എന്ന് പറയാം. അത് നിങ്ങളുടെ കവിതയില് ഉണ്ട്. കവിതയില് എവിടെയോ അത് വരുന്നുണ്ട്. നമ്മുടെ സുഖ ഉഷാദ, സുഖ എന്ന് പറഞ്ഞതിന്റെ മുഫ്രദാത്ത് നമ്മുടെ അർത്ഥം കൊടുത്തിടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ അർത്ഥം ഞാൻ പറഞ്ഞു, അർത്ഥം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ കുറെ ചോദ്യങ്ങൾ അതേ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം ആ ഒരു രീതിയിൽ വന്നാണ്. ഹലുമ്മി അങ്ങനെ വന്നതാണ്, സുഖ അങ്ങനെ വന്നതാണ്. ഇനി നമ്മള് ബഹാവും കൂടെ നോക്കാം. ബഹാ, ഇനിയിപ്പോ നമുക്ക് ബാക്കി എന്തേ ഉള്ളൂ, ജമാൽ എന്നുള്ള വാക്കാണ് നമുക്ക് ബാക്കിയുള്ളത്. അത് ഏത് ചാപ്റ്ററിലാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതും ഈ പറഞ്ഞ കവിതയിൽ തന്നെ വന്ന ചോദ്യമാണ് ബഹ എന്നുള്ളതും. ഓക്കെ. അബുൽ ഖാസിം ഷാബി കവിതയിൽ നിന്ന് വന്ന ചോദ്യമാണ് അത്. അടുത്തത് എന്താന്ന് പറഞ്ഞാല് ഇഖ്റയിൽ ജുംലത്തി താലിയ വഖ്തർ സത്വറൻ യുനാസിബു ഫിൽമാല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു നമുക്ക് വളരെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് നമ്മൾ എന്താ ചെയ്യുക? ഏത്? ഓക്കെ, ഇതിലല്ലേ? നോക്കാം നമുക്ക്. ഞാൻ നോക്കിയിട്ടില്ല. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കവിത ഒന്നാമത്തെ നമ്മൾ ഇത് നല്ലോണം ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലെ വാക്കുകൾ ഏറ്റവും മാച്ച് ആവുന്നത് എവിടെയാണ് നോക്കുക. അപ്പോ രണ്ടാമത്തെ നോക്കിയത് ഈ അത്തർ എന്നുള്ള വാക്ക് കണ്ടിട്ടാണോ? ഇത്തർ സുഹൂർ, ഇത്തറുൽ അസ്ഹാർ. യെസ്, അതന്നെ ആയിരിക്കും തോന്നുന്നുണ്ട്. ഞാൻ വായിച്ചില്ല, ഞാൻ വായിച്ചു നോക്കട്ടെ. യാ ഷിയാഹു നസ്തമിഉ ബിസൗത്തി സവാഖി വനശുമ്മു ഇത്തറുൽ അസ്ഹാർ. അതെ. അപ്പൊ നമുക്ക് ഫിഖിയ എന്ന് പറ്റൂല, ഷിയാഹ് എന്ന് മാത്രം ഇടണ്ട. പക്ഷെ ഷിയാഹ് മാത്രം ഉള്ളതുകൊണ്ട് കാര്യമല്ല, ഇതിന്റെ ബാക്കിയുള്ള അർത്ഥം കൂടി ശരിയാവണം. വസ്മഇ ഹമസ സവാഖി, അതൊക്കെ അതിലുണ്ടതാ. സവാഖി ഉണ്ട്, ഹമസ് എന്നുള്ളതില്ല. അതിന് സൗത്ത് ഉണ്ട്. സൗത്തിന്റെ വേറൊരു വാക്കാണ് ഹമസ്. പിന്നെ എത്രൊരു സുഹൂർ, നഷുമു എന്നുള്ളതിന് വൻഷക്കിയ. ഈ രണ്ട് വാക്കേ മാറ്റിയുള്ള വാക്യൊക്കെ എന്തുണ്ട്, ഇതിൽ വാക്കുണ്ട്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ട്. ഇനി അടുത്തും കൂടെ ഒന്ന് നോക്കാം, ചിലപ്പോ അതാണെങ്കിലോ. അക്ബല സുബഹു യാനി ലിൽ ഹയാത്തിൻ നായിസ. ഇല്ല, അതില് ഒറ്റ വാക്ക് നമുക്കിവിടെ ചേർക്കാൻ പറ്റിയതില്ല. ആദ്യത്തേൽ ഒരു യാ ഷിയാഹ് മാത്രമുണ്ട്, പക്ഷെ അത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. രണ്ടാമത്തേല് ആണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ വാക്കുകൾ നമുക്ക് അതിനായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. അപ്പൊ അതൊരു ട്രിക്ക് മാത്രമാണ്, അങ്ങനെ വാക്കുകൾ നോക്കുക എന്നുള്ളത്. കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മൾ കവിത, നമ്മൾ പഠിപ്പിച്ച കവിത ഒന്നുകൂടി വായിച്ചു നോക്കുകയും അതിന്റെ ഓരോ വരികളും അർത്ഥം മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, വളരെ സിമ്പിൾ ആയിട്ട് അത് കിട്ടും. ഓക്കെ. അടുത്തത് പിന്നെ
ഈ പരിസ്ഥിതി മാറ്റങ്ങളുണ്ട്, തഗയ്യുറാത്തുൽ മുനാഖ്, അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാ ഒരു കുറിപ്പ് എഴുതാനാണ് അടുത്ത ചോദ്യം. അത് നിങ്ങള് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ രണ്ടാമത്തെ പേജിൽ അത് വരുന്നതെന്ന് അറിയോ? പേജ് നമ്പർ പേജ് നമ്പർ 24. പേജ് നമ്പർ 24 ഒരു ചോദ്യമാണ് ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് പേജ് നമ്പർ 24 വന്നിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അതിന്റെ ആൻസർ ഇല്ല, അതിന്റെ ഒരു ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നോ? നോട്ട്ബുക്കിലുണ്ടോ? ഓക്കെ. അപ്പൊ അതിലുള്ള പോയിന്റുകൾ നോക്കുക. ഇനി അത് ഇല്ല എങ്കിൽ പോലും നമ്മള് നോട്ട്ബുക്കിൽ ഇല്ല എങ്കിൽ പോലും പിന്നെ എങ്ങനെ എഴുതണ്ടെന്നുള്ളതിന്റെ ഒരു ഐഡിയ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനെ മാറ്റി എഴുതേണ്ടത്. സോ എന്തൊക്കെ പോയിന്റ് ആണ്? അപ്പൊ നമ്മളൊരു കാര്യം കൂടി ഓർമ്മിച്ച് വെക്കുക, നമ്മൾ പഠിച്ച ഭാഗങ്ങളെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലാതെ പുറത്തുനിന്നുള്ള ചോദ്യങ്ങളല്ല വന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ച സംഗതികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ. അപ്പോ തഗയ്യുറാത്ത് അൽ മുനാഖിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരിസ്ഥിതികമായിട്ടുള്ള മാറ്റങ്ങൾ അഥവാ പിന്നെ പരിസ്ഥിതി വ്യതിയാനങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് ഒരുപാട്. കാലാവസ്ഥാ വ്യതിയാനം, യെസ്, കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇർത്തിഫാഉ ദറജാത്തിൽ ഹറാറ, ഒന്ന് എന്താണ്? ഈ അന്തരീക്ഷ താപനിലയുടെ ഭയങ്കരമായിട്ടുള്ള ഉയർച്ച, അതിനാണ് ഇർത്തിഫാ. ഇർത്തിഫാ എന്നുള്ള വാക്ക് റഫഅ എന്നുള്ള വാക്ക് ഉണ്ടായിരുന്നു. റഫഅ എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നർത്ഥം. ഓക്കെ. അപ്പൊ അതിന്റെ ഉയരൽ എന്നുള്ളതിന്റെ അർത്ഥം വരും ഇർത്തിഫാ എന്ന് പറയുമ്പോൾ. പിന്നെ രണ്ടാമത്തത്, അതൊരു പോയിന്റ് നമ്മൾ പറയാം. അത് രണ്ടാമത്തെ പറഞ്ഞാല് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണങ്ങളാണ്. പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആസാർ എന്ന് പറഞ്ഞാല് അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്. മൂന്നാമത്തേത് ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ്. പിന്നെ മയ്യിസ് മിനൽ ആത്തി അസ്ബാബ് തഗയ്യുറുൽ മുനാഖി വ ഹുലൂലുഹു, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ പാരിസ്ഥിതിക കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണങ്ങളും അതിന്റെ പരിഹാരങ്ങളും തമ്മിൽ എന്ത് ചെയ്യാം, വേർതിരിച്ച് ചെയ്താൽ. അത് വേറെ തന്നെ ഒരു ചോദ്യമാണല്ലോ അല്ലെ? ഓക്കെ. ശരിക്കും നമ്പർ ഇടാൻ വിട്ടുപോയതായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ ഈ ചോദ്യത്തിന്റെ കൂടെ നമുക്ക് അത് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് വേറെ ചോദ്യം തന്നെയാണ്. അതായത് താഴെ കൊടുത്തത് വേർതിരിച്ച് ചെയ്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അസ്ബാബ് തഗയ്യുറുൽ മുനാഖ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹുലൂലു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇവിടെയുള്ള ഓപ്ഷൻസ് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏതിലാണ് അത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞുതരും. തെസ്ജീർ എന്ന് പറഞ്ഞാൽ ഏത് വാക്കെന്ന് വന്നാ? ഷജറത്ത് എന്താ? ഷജറത്ത് മരം. ആ മരം വെച്ച് പിടിപ്പിക്കുന്ന അഫോസ്റ്റേഷൻ ആണ് എന്ത് പറയുന്നത്? അത്തഷ്ജീർ എന്ന് പറയുന്നത്. കുറെ മരങ്ങൾ വെക്കുന്നതിനാണ് അത്തഷ്ജീർ എന്ന് പറയുന്നത്. ഫൈലാൻ എന്ന് പറഞ്ഞാല് വെള്ളപ്പൊക്കം. ഓക്കെ. ഹരീഖുൽ ഗാബ എന്ന് പറഞ്ഞാൽ കാട്ടുതീ, കാട് കത്തി നശിക്കുന്നതിനാണ് ഹരീഖുൽ ഗാബ പറയുന്നത്. മൂന്നാമത്തത് അൽ ഖിയാമു ബിത്തൗഇയ്യ, നമ്മള് ഈ ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് തൗഇയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്യാ, ജനങ്ങളെ ബോധവൽക്കരണം, അതാണ് ഖിയാം ബിത്തൗഇയ്യ എന്ന് പറഞ്ഞാൽ. പിന്നെ ബുർക്കാൻ എന്ന് പറയുന്നത് ഈ എന്താ പറയാ, നമ്മളെ ലാവയൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ അഗ്നിപർവ്വതം അറിയില്ല? അഗ്നിപർവ്വതം, അത്തരം സാധനങ്ങളൊക്കെയാണ് ബുർക്കാൻ എന്ന് പറയുന്നത്. പിന്നെ മുഹാഫളത്തുൽ ബിഅത്ത് മിനത് തലവ്വുദ്, പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്ന് എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് തഗയ്യുറുൽ മുനാഖ് അഥവാ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണങ്ങളായിട്ടുണ്ടാവുന്ന സാധനങ്ങള്? ഇനി അതിന്റെ പരിഹാരങ്ങൾ എന്താണ്? ആദ്യത്തെ നമുക്ക് നോക്കാം. ഫൈലാൻ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, അതൊരു കാരണമല്ലേ കാലാവസ്ഥാ വ്യതിയാനത്തിൽ സംഭവിച്ചിട്ടുള്ള. അപ്പൊ
അത് നമുക്ക് ഇവിടെ എഴുതാം. ഇനി അതിന് ആ പരിഹാരം എന്താണ് ശരിക്ക്? അതിന് ബോധവൽക്കരണാണോ, അല്ലെങ്കിൽ മരം വെച്ച് പിടിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ പിന്നെ അഗ്നിപർവ്വതാണോ, പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കലാണോ? ശരിക്കും എന്താണ് ഒരു നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്? പലപ്പോഴും മലയിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യും, ഒന്നായിട്ട് മരങ്ങൾ മുറിക്കും. ആ. അപ്പൊ അതിന് പകരം എന്താ ചെയ്യേണ്ടത്? ശരിക്കും അത്യശ്ചീർ, മരത്തിനെ സംരക്ഷിക്കുകയും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഫൈലാൻ എന്നുള്ള പ്രശ്നമാണ്. അതിന്റെ പരിഹാരം എന്താണ്? തസ്ജീറാണ്. രണ്ടാമത്തെ പ്രശ്നം കാട്ടുതീയാണ്. കാട്ടുതീ വരുമ്പം ആളുകൾ എന്താ ചെയ്യേണ്ടത്? കാട്ടുതീ ഇല്ലാതിരിക്കാന് ആളുകളെ മരം ബോധവൽക്കരിക്കണം. മരം വെച്ച് പിടിപ്പിക്കല്ലേ ചെയ്യേണ്ടത്. കാട്ടുതീ ബോധം. ഇല്ല, ബോധവൽക്കരണം. അപ്പൊ അതേതാണ്? അൽ ഖിയാമു ബിത്തവഇയ്യ എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ. മൂന്നാമത്തേത് അന്തരീക്ഷത്തിൽ ഈ പറഞ്ഞ എന്താ പറയാ, ബുർക്ക. ബുർക്കാനുകൾ ഉണ്ടാവുമ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മുഹാഫലത്തുൽ ബിഅ മിന തലവുസ്, നമ്മുടെ അന്തരീക്ഷങ്ങൾ മൊത്തം എന്ത് ചെയ്യണം? ഈ പിന്നെ മലിനീകരണമായിട്ടുള്ള സംഗതികളിൽ നിന്നൊക്കെ സംരക്ഷിച്ചു നിർത്തണം എന്നുള്ളതാണ്. ഓക്കെ. മറ്റേത് നമ്മള് ഒരു പിന്നെ മുദക്കിറ തയ്യാറാക്കുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന്, ഇത് വെറുതെ ഇതിങ്ങോട്ട് എഴുതി വെച്ചാൽ പോരാ. ഇർത്തിഫാവ് ദർജത്തിൽ ഹറാറ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ പോരാ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ കുറച്ച് എന്ത് ചെയ്യണം? അതിനെ പറ്റിയിട്ട് പറയണം. ഇർത്തിഫാവ് ദറജാത്തിൽ ഹറാറ അഹദു അസ്ബാബി തഗയ്യുറാത്തിൽ മുനാഖ്. ഓക്കെ. വലന അംസാലുൻ ഉഖർ, നമുക്ക് വേറെയും കുറെ ഉദാഹരണങ്ങളുണ്ട്. ലി അസ്ബാബി തഗയ്യുറാത്തിൽ മുനാഖ്. എന്നിട്ട് നമുക്ക് ഇവിടെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറയാം. വമിൻഹ അൽ ഫൈളാനാത്ത്, അൽ ഹരീക്കുൽ ഗാബ, അൽ ബുർക്കാൻ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഈ പ്രശ്നങ്ങൾ വന്നാൽ എന്താ സംഭവിക്കുക? ഹാദിഹി തഗയ്യുറാത്ത് യുസീറു ഹയാത്തൽ ഇൻസാൻ, ഇത് മനുഷ്യന്റെ ജീവിതത്തെ പ്രയാസപ്പെടുത്തും. അപ്പൊ എന്ത് സംഭവിക്കും? കുറച്ചാളുകള് യമൂത്തുന്നാസു, ജനങ്ങൾ മരണപ്പെടും. അവരുടെ വീടുകൾ നഷ്ടപ്പെടും. ഫാത്ത എന്നാണ് നഷ്ടപ്പെടുക എന്ന് പറയട്ടോ. ഫാത്ത, മാത്താന്ന് മരിക്കുകയും മാ മാറ്റിയിട്ട് ഫ ആക്കിയാല് ഫാത്ത എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക എന്നർത്ഥം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ഫാത്ത എന്നുള്ള വാക്ക്. അപ്പൊ ആ യഫൂത്തു അന്നാസ്, അല്ലെങ്കിൽ വീട് നശിച്ചു പോകുന്നുള്ളതിന് ഹദമ യഹ്ദമു, അപ്പൊ വീട് പൊളിഞ്ഞു പോവും, നഷ്ടപ്പെടുക. നഷ്ടപ്പെടും. യുലി ഉ അലാ യുലി എന്ന് പറയും നഷ്ടപ്പെടുന്നതിന്. യുലി ഉ അൽ ബുയൂത്ത് വൽ ആയിലത്ത് വൽ അഖ് വൽ ഇഖ്വാൻ, അവരൊക്കെ നഷ്ടപ്പെടും. എന്നിട്ട് പിന്നെ അടുത്ത് നമ്മൾ ചോദിക്കും ഫമാ ഹല്ലു ഹാദിഹിൽ മുഷ്കില ഹൽ തഅരിഫൂൻ, നിങ്ങൾക്ക് അറിയോ എന്താണ് ഇതിന്റെ? അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എഴുതുമ്പോ കൊണ്ടുവരാം. മാ ആ ഹല്ലു ഹാദിഹിൽ മുഷ്കില, നമ്മളൊരു ചോദ്യം ആദ്യം ചോദിക്കാം. എന്നിട്ട് പിന്നെ ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത് ഹല്ലു ഹാദിഹിൽ മുഷ്കില ഹുവ മുഹാഫദത്തുൽ ബിഅ മിന തലവുസ്, പരിസ്ഥിതിയെ സംരക്ഷിച്ചു നിർത്തല്, അൽ ഖിയാമു ബിത്തവഇയ്യ, അത്തശ്ജീർ, അങ്ങനെയുള്ള ഓരോ സംഗതികളാണ് അതിന്റെ ഹല്ല് എന്ന് പറയാം. ഇത്രയും പറഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു പാരഗ്രാഫ് ആവും. ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. അടുത്തത് ഒരു പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. സുഹൃത്തിനുള്ള സാധനമാണ്. അതെന്താന്ന് പറഞ്ഞാല് അഇദ്ദൽ അഖ്ബാർ അൽ ആജില ഫിൽ മുനാസബാത്തിൽ ആത്തിയ, ലൈവ് ന്യൂസ് കൊടുക്കണം. താഴെ കൊടുത്തിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ലൈനസ്. ലൈവ് ന്യൂസ് കൊടുക്കണം. എന്താണ്? അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇത് പറയേണ്ടത്. ഒന്ന്, ആ ബിദായത്ത് യൗമുൽ അവൽ മിൻ ഷഹ്രി റമദാൻ, റമദാന്റെ ആദ്യ ദിവസം ആണ്. ഇന്ന് റമദാന്റെ ആദ്യ ദിവസം ആണെങ്കിൽ നമ്മൾ പറയല്ലോ എന്ത് ചെയ്തിരിക്കുന്നു? ജാ റമദാനു അൽയൗം യസൂമുൻ നാസു കുല്ലുഹും വഹുന നജിദു അന്നന്നാസ യദ്ഹബൂന ഇലൽ മസാജിദ് മുബക്കിറൻ, അവർ പള്ളിയിലേക്കൊക്കെ നേരത്തെ പോകുന്നു. യഖറഊനൽ ഖുർആൻ യത്ലൂനൽ ഖുർആന മിനൽ മസ്ജിദ് അൽ ഔലാദു വശുയൂഖു വൽ കിബാറു, അങ്ങനെ എല്ലാവരും, കുട്ടികളും വലിയവരും മുതിർന്നവരും ഒക്കെ എന്ത് ചെയ്യുന്നു? യദ്ഹബൂന ഇലൽ മസ്ജിദ് വയസൂമൂന മിനസ് സബാഹി ഇലൽ മസാ, എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? റമദാനെ പറ്റിയുള്ള കുറെ സംഗതികൾ അതിൽ പറയും. അപ്പൊ നമ്മളൊക്കെ പറയുമ്പോ മുവാരി ചേർത്ത് പറഞ്ഞാൽ മതി. അപ്പൊ എന്തായി? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലായി. അത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. മാലി ഉപയോഗിക്കരുത് അത്ര സന്ദർഭത്തില്. മാലി എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയതാണ്.
അപ്പൊ ആ സ്വാദ് എന്ന് പറയുമ്പോ ജനങ്ങൾ നോമ്പ് നോറ്റു എന്നായിപ്പോ. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? യസൂമു എന്നാണ് വേണ്ടത്. അപ്പൊ പിന്നെ ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് യസൂമു, യജ്ലിസു, യദ്ഹബു, അത്തരത്തിലുള്ള മുലാരി ആയിട്ടുള്ള പദങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ആ ഓക്കെ. ഓക്കെ. അടുത്തത് പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹുതൂലുൽ അംതാർ ഫി വിലായത്തി കേരള. കേരളത്തിൽ എന്ത് ചെയ്യുന്നു? ഈ മഴ. മഴ വളരെ ശക്തമായിട്ട് വരുന്നു. ഓക്കെ. ഞാന് നമ്മളെ ഇതിന്റെ ആൻസർ അഥവാ തഗയ്യുറാത്തുൽ മുനാഖിന്റെ ഒരു ചെറിയ ആൻസർ എന്ന് പറഞ്ഞാല് നമ്മുടെ പേജ് നമ്പറുകൾ നോട്ട് ചെയ്തോളൂ. പേജ് നമ്പർ 22 ഈ റന കരീമ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ന്യൂസ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹുനാക്ക അസ്ബാബുൻ കസീറ ലി തഗയ്യുറാത്തുൽ മുനാഖ്. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അസ്ബാബുൻ ബിഇയ്യ, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മിഥിൽ അൽ ബുർഖാൻ വൽ ഫൈദാൻ വഹരീക്കൽ ഖാബ, ഏതൊക്കെ ആ പോലെയുള്ള അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ. പിന്നെ വസ്ബാബും ബി കസ്ബി ഐദിൽ ഇൻസാൻ, മനുഷ്യ കരങ്ങളാലുള്ളത്. അത് മലിനീകരണം, പിന്നെ മരം മുറിക്കല്, മലകൾ ഇടിക്കല്, ഇസ്തിഖ്ദാമുൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, അതേപോലെ പിന്നെ പെട്രോളിയത്തിന്റെ ഉപയോഗം, കണക്കില്ലാത്ത ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പോയിന്റ് ഒക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പാരഗ്രാഫാണ് കേട്ടോ 22. അതെന്തായാലും ഒരു ഇമ്പോർട്ടന്റ് വിഷയമാണ് എന്ത്, തഗയ്യുറാത്തുൽ മുനാഖ് എന്നുള്ളത്, കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു സാധനം നന്നായിട്ട് എന്ത് ചെയ്തു നോക്കി വെച്ചു, അതിന്റെ പോയിന്റുകളും അതിലൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോ ഞാനൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 2 ദിവസം കൊണ്ടൊക്കെ ഈ ഒരു ചോദ്യങ്ങൾ ഉണ്ടല്ലോ, ഇതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് ചോദ്യങ്ങൾ, അതിന്റെ ആൻസറുകൾ എന്ത് ചെയ്യാം, ഞാനിങ്ങനെ വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഇത്തരത്തിലുള്ള, അതായത് ആ മുദക്കിറകൾ തയ്യാറാക്കുന്ന എസ്സേ പോലെ ഉണ്ടല്ലോ, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എസ്സേ പോലുള്ള സംഗതികൾ, മറ്റേതല്ല. ഏത് ഓരോ സിംഗിൾ വേർഡ് ആൻസറിൻ്റെതല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത ഇത്തരത്തിലുള്ള സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചെണ്ണം ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. ഓക്കെ. ഓക്കെ. അടുത്തത് പിന്നെ രണ്ടാമത്തെ പോയിന്റ് പ്രശ്നമാണ്, കേരളത്തിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു എന്നുള്ളത്. അത് നമ്മളെ പാഠഭാഗത്തിന് അന്ന് ഉണ്ട് തോന്നുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ് വരുന്നത്? ഓക്കെ. അതൊരു ചർച്ചയാണ്, നമ്മളെ ഗുർഫത്തിൽ ആറാന്ന് പറഞ്ഞ ചർച്ചയാണ്. നമ്മളെ ഈ പാടുണ്ടല്ലോ, ഇത് മറ്റേ ഇവരുടെ വെള്ളപ്പൊക്കം വരുന്ന ഒരു പാടുണ്ടല്ലോ, വെള്ളപ്പൊക്കം വന്നിട്ട് ഒലിച്ചു പോയ വീട് ഒലിച്ചു അന്നേരം അവർ രക്ഷപ്പെട്ടെ. ആ പാഠം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹുത്തൂലുൽ അംതാർ ഫി വിലായത്ത് കേരള എന്നുള്ളതിന് ന്യൂസ് ഉണ്ടാക്കാം. ഓക്കെ. ഓക്കെ. അപ്പൊ ന്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാ പറഞ്ഞാല്, കുറച്ച് വാക്കുകൾ നമ്മൾ അതിന്റെ കൂടെ ഓർമ്മിച്ചു വെക്കണം. വഖഅത്ത് ഹാദിസത്തുൻ എഴുതി വെച്ചോളൂ. അത് വഖഅത്ത് ഹാദിസത്തുൻ, ഒരു സംഭവം നടന്നു. ഫി, ഇന്ന പ്രദേശത്ത്. ഇപ്പൊ ഇവിടെ കേരള ആണെങ്കിൽ കേരള. അപ്പൊ വഖഅത്ത് ഹാദിസത്തുൻ കബീറത്തുൻ ഫി വിലായത്തി കേരള, വലിയൊരു സംഭവം കേരളത്തിൽ നടന്നിരിക്കുന്നു. വദാലിക, അതെന്താണ്? ഹുത്തൂലുൽ അംതാർ, മഴ കഠിനമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വല യസാലു യംതിർ, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ലം യതവഖഫിൽ മതറു മുൻദു യൗമൈൻ, കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴ എന്ത് ചെയ്തിട്ടില്ല, നിന്നിട്ടില്ല. വഖദ് ഇംതലഅ അൽ ഹുഖൂൽ, വയലുകൾ നിറഞ്ഞു. വൽ ജദാവൽ, തോടുകൾ നിറഞ്ഞു. ജദുവല് ഹുഖൂലൊക്കെ നമുക്ക് അറിയുന്ന വാക്കാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇംതല എന്ന് ആ പറഞ്ഞാൽ നിറഞ്ഞു. അപ്പം ഇംതല വാക്ക് ഓർമ്മിച്ച് വെച്ചാൽ നിറഞ്ഞു, നിറഞ്ഞു കവിഞ്ഞു എന്നൊക്കെയുള്ള. വൽ അൻഹാർ, പുഴകൾ നിറഞ്ഞു. വൽ ആൻ യജി ഉൽ മാഉ ഇല ദാഖിലിൽ ബുയൂത്ത്, ഇപ്പൊ എന്തായിന്ന്, വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ്. യഖാഫുൻ നാസു മിൻ ഹാദൽ മത്തറിൽ കബീർ,
ഒക്കെ അത്രയൊക്കെ എഴുതിയാൽ തന്നെ എന്തായി, ന്യൂസിന്റെ വലിയൊരു ഭാഗം ആയി. ഓക്കെ, ആ കുറച്ചും കൂടി ആഡ് ചെയ്യണം അത്. ആം, എല്ലാം കൂടെ ഞാനിപ്പോ പറഞ്ഞാൽ നമ്മൾ ആ ഒരു ആൻസറിൽ മാത്രം പോകും. ഓക്കെ, ഓക്കെ അപ്പൊ അത് നമുക്ക് നോക്കാം. അങ്ങനത്തെ കുറച്ച് ആൻസേഴ്സ് ഞാൻ തരാൻ പറ്റുമോ നോക്കാം ഇൻഷാ അള്ളാ. അടുത്തത് താഴെയുള്ള മുന്നറിയിപ്പ് വായിക്കാം. തഹ്ദീർ എന്ന് പറഞ്ഞ മുന്നറിയിപ്പ് കേട്ടോ. ഇഖ്റഇ ആ തഹ്ദീറ ലാത്തി അഅദ്ദ തഹ്ദീറൻ ആജിലൻ ലിസുക്കാനി ഖറിയതിക മിൻ ഹുതൂലിൽ അംതാരിൽ ഖരീസ. ഭയങ്കരമായ മഴ വരുന്നുണ്ട് എന്നുള്ള വിഷയം എന്ത് ചെയ്യാ, നാട്ടുകാരൊക്കെ നിങ്ങൾ അറിയിക്കുക. അതിന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യാ, നിന്റെ നാട്ടിലെ കുറെ കുടുംബക്കാരെ, വീട്ടുകാരെ, നാട്ടുകാരൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മുന്നറിയിപ്പ് പെട്ടെന്ന് എഴുതി ഉണ്ടാക്കുക, വാട്സപ്പിലൊക്കെ അയക്കാനുള്ള. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നുവജ്ജിഹു അൽ ഹുക്കുമത്തു ഇല സുക്കാനി അൽ മനാത്തിഖ് സാഹലിയ. തീരപ്രദേശത്തുള്ള താമസക്കാരോട് ഗവൺമെന്റ് പറയുകയാണ്, മുന്നോട്ട് വെക്കുകയാണ്, തഹദീറൻ മിൻ ഹബ്ബിർ റിയാഹി ഷദീദ, കഠിനമായ കാറ്റ് ഉണ്ടാവുന്നതാണ് എന്ന്. വദാലിക ഇബ്തിദാഅൻ മിൻ സബാഹിൽ ഗദ്, അത് നാളെ രാവിലെ മുതലായിരിക്കും. വനർജു മിനൽ ജമീഇ അഖ്ദൽ ഹൈത, എല്ലാവരും എന്ത് ചെയ്യണം, നല്ല സൂക്ഷ്മ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇതിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് വിഷയം എന്ന് പറയുന്നത് മഴ പെയ്യുന്നുള്ളതാണ്. ഇവിടെ പ്രശ്നം എന്താണ്? ഹബ്ബുറിയാഹാണ്. ഹബ്ബുറിയാഹു ഷദീദയാണ്. നമ്മളോട് പറഞ്ഞത് എന്താണ്? മഴ ഹുതൂലുൽ അംതാർ ഉണ്ടാവുന്നതാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. നുവജ്ജിഹു അൽ ഹുക്കുമത്തു ഇലാ സുക്കാനിൽ മനാത്തിഖ്, അൽ മനാത്തിഖ് സാഹിലിയ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ പറയണം. സുക്കാനി, നമ്മുടെ നാടിന്റെ പേരെന്താണോ അത് പറയാം. സുക്കാനി ചുഴലി, അല്ലെ സുക്കാനി പിന്നെ മുഖാത്തത്തി കണ്ണൂർ, കണ്ണൂർ ജില്ലയിലെ താമസക്കാരോട് പറയുന്നു. തഹദീറൻ, ഒരു മുന്നറിയിപ്പ് നൽകുന്നു. എന്തിന്? മിൻ ഹബ്ബിർ റിയാഹി ഷദീദ എന്നുള്ളത് മാറ്റിയിട്ട് മിൻ ഹുതൂലിൽ അംതാരിൽ ഗസീറ എന്നാക്കും. ആ വദാലിക, അത് നാളെ രാവിലെ മുതലായിരിക്കും. വനർജു മിനൽ ജമീഇ അഖ്ദൽ ഹിത, അത്രയും മതി. ഇതേ സാധനം ഇതാ, നമുക്ക് ഇതിന് ഈ വാക്ക് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അത് മിൻ ഹബ്ബിർ റിയാഹി ഷദീദ. അഥവാ ആൻസറിൽ നമുക്ക് ഇതേപോലെ ഒരു മിസാല് തന്നിട്ടുണ്ട് എങ്കിൽ, മിസാൽ തന്നിട്ടില്ല എങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ നമ്മൾ എഴുതേണ്ടതാണ്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ പഠിച്ചു വെക്കുമ്പോൾ തഹദീറുൻ ആജിൽ ഉണ്ടാക്കുക എങ്ങനെയാണ്, ഇവിടം മുതൽ ഇവിടം വരെ എഴുതി വെക്കുക. നമുക്ക് മാറ്റേണ്ടി വരുന്ന വാക്ക് ഏതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ ഒരു വാക്ക് ആണ് മാറ്റേണ്ടി വരിക. മിൻ ഹബ്ബിർ റിയാഹി ഷദീദ എന്നുള്ള ആ ഒരു വാക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അത് മാറ്റി കൊടുത്താൽ മതി. എന്താണോ നമുക്ക് തരുന്നത്. ഇപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ തിരിച്ചയക്കി തരാം. ഹുത്തൂലുൽ അംതാറിനെ പറ്റി ഒരു ഇത് കൊടുത്തിട്ട് പിന്നെ പറയും എന്താണ്, ഹബ്ബുർ റിയാഹ് പറയും. അതേപോലെ തന്നെ മനാത്തിഖു സാഹിലി, അതും മാറ്റണം. അതായത് തീരപ്രദേശത്തുള്ള ആളുകളോടാണ് ഇവിടെ പറഞ്ഞത്, നമ്മളോട് നമ്മുടെ നാട്ടിലാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ തീരപ്രദേശത്ത് താമസിക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ആ വാക്ക് അഥവാ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ഉള്ളത് എന്തായാലും മാറ്റണം. ഹബ്ബുർ റിയാഹ് ഷദീദ് എന്തായാലും മാറ്റണം. ഓക്കെ, ഓക്കെ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ. കാന ദാലിക്കൽ യൗമു യൗമു ഉത്ല, അതൊരു അവധി ദിവസമായിരുന്നു, വെക്കേഷൻ ടൈം. കാനത്ത് തുനള്ളിഫു ഹുജ്റത ഉമ്മിഹ, അവള് അവളുടെ ഉമ്മാന്റെ റൂം ക്ലീൻ ചെയ്യായിരുന്നു. ഫഅസറത്ത് അലാ മുഫക്കിറത്തിൻ ഖദീമ, അപ്പൊ ഒരു പഴയ ഒരു ഡയറി കിട്ടി. അറഫത്ത് അന്നഹ മുഫക്കിറത്തു ജദ്ദത്തിഹ, അവൾക്ക് മനസ്സിലായി എന്ത്, ഈ ആ കാണുന്നത് ആരുടെ മുഫക്കിറത്താണ്, അവളുടെ വല്യമ്മാന്റെ മുഫക്കിറത്താണെന്ന് മനസ്സിലായി. ഡയറിയാണ്. ഇനി ചോദ്യങ്ങളുണ്ട്. ഒന്നെന്താ ചോദ്യം, എന്താണ് അയ്യാം എന്നുള്ളതിന്റെ മുഫ്രദ് എന്താണ്? അത് ഈ വായിച്ചതിലുണ്ട്, നിങ്ങൾ പറഞ്ഞേ. അയ്യാമിന്റെ മുഫ്രദ് എന്താ? ഉഫുക് മുഫ്രദ് എന്ന് പറഞ്ഞാല് സിംഗുലർ, ഏകവചനം. അയ്യാം, അൽ അയ്യാം. ആർക്കും അറിയില്ല? യൗമ്, വെരി ഗുഡ്. യൗമാണ് എന്ത്, അയ്യാമിന്റെ മുഫ്രദ്. ഇനി ജദീദത്തുൻ എന്നുള്ളതിന്റെ ലിദ് എന്താണ്? ലിദ്, ലിദ് എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു എന്താ ലിദ് എന്ന്, ഓപ്പോസിറ്റ്. പഴയത് എന്നുള്ളതിന് ഒരു വാക്ക് ഇവിടെ ഉണ്ട്, അതേതാ? കിട്ടൂല? ഒന്ന് നോക്കി നോക്ക്. കാന ദാലിക്കൽ യൗമു ഉത്ലത്തുൻ കാനത്ത് തുനളിഫു ഹുജ്റത ഉമ്മിഹ ഫഅസറത് അലാ മുഫക്കിറത്തിൻ ഖദീമ അറഫത് അന്നഹ മുഫക്കിറത്തു ജദ്ദത്തിഹ.
അവർക്ക് എന്താ ജദ്ദത്ത്. കിട്ടിയത്? ജദ്ദത്ത് വല്യമ്മ. ജദീദത്ത് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റാ വേണ്ടത്. ജദീദത്ത് എന്ന് പറഞ്ഞാൽ പുതിയത്. പഴയതിന് എന്താ പറയാ? ഇതിലുണ്ടായിരുന്ന ആൻസർ. കിട്ടിയില്ല. ഞാൻ സെലക്ട് ചെയ്യുന്നതിലുണ്ട് എന്ന് പറഞ്ഞേ. ഇല്ല, ഏതായിരുന്നു? ജദീദ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഏതാ? ഞാൻ ഇപ്പൊ സെലക്ട് ചെയ്ത ഭാഗത്തുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൽ വേണമെന്നോട്ട് സൂം ചെയ്ത് നോക്കാം, കാണുന്നില്ല കേട്ടോ. കിട്ടിയില്ല. അപ്പൊ ഇപ്പോഴും കിട്ടിയില്ല. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തതിൽ കിട്ടിയില്ല. ആ, അത് മോശമാണല്ലോടാ. അത് കിട്ടിയില്ലായിരുന്നല്ലേ. ഞാൻ എന്നാൽ സെലക്ഷൻ ഒന്നുകൂടി കുറയ്ക്കട്ടെ, എന്നാ പറയോ? ഈ മുഫക്കിറത്തുൻ കദീമത്തുൻ എന്നുള്ളതിലുണ്ട്. ഇതിൽ ഏതാണ് ജദീദത്തിന്റെ ഓപ്പോസിറ്റ്? മുഫക്കിറത്തിൻ കദീമ. ഖദീമ. കദീമത്ത്. വെരി ഗുഡ്. അത്രയൊന്നും ചുരുക്കി തരൂല ഓപ്ഷൻ കേട്ടോ. ഉക്ത മുത്തറാദിഫ് ഗുർഫത്ത്. ഗുർഫത്ത് എന്നുള്ള വാക്കിന്റെ പര്യായ പദം മുത്തറാദിഫ്. ഞാൻ നേരത്തെ മുത്തറാദിഫ് പറഞ്ഞത് ഇതിലുണ്ട്. ഇതിന്റെ അർത്ഥം ഒന്നുകൂടി ഞാൻ ആദ്യം അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം ശരിക്ക്. കാനത്ത് ദാലിക്കൽ യൗമു യൗമു ഉത്ലത്ത് കാനത്ത് തുനല്ലിഫു ഹുജ്റത്ത ഉമ്മിഹ ഫാഖറത്ത് അലാ മുഫക്കിറത്തിൻ ഖദീമ അറഫത്ത് അന്നഹ മുഫക്കിറത്ത് ജദ്ദിഹ. ഈ ഗുർഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? അതറിയോ? അമന ഗുർഫ. ഗുർഫ എന്ന് പറഞ്ഞാൽ റൂമാണ്. റൂമാണെങ്കിൽ മേലെ എവിടെയാണ് അതിന്റെ വാക്ക് വരുന്നത്? റൂം എന്നുള്ള വാക്ക് വേറൊരു വാക്ക് ഏതാ റൂം എന്നുള്ളതിന്? ഗുർഫത്ത്. ആ ഗുർഫത്ത്. ഓക്കെ, ഗുർഫത്തിന്റെ പോലെ വേറൊരു വാക്ക് ഏതാ മേലുള്ളത്? ഗുർഫത്തിന്റെ അറഫത്ത് അല്ല. അറഫത്ത് എവിടെ? അറഫത്ത് നിങ്ങൾ വാക്കിന്റെ അക്ഷരങ്ങൾ നോക്കിയാ, പക്ഷെ അതിന്റെ പുള്ളി ഇല്ലല്ലോ. അറഫത്ത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാട്ടോ. നമ്മൾ അറഫ നോമ്പൊക്കെ അല്ലേ? അറഫ നോമ്പ് എന്താണ്? ജനങ്ങള് അറഫയിൽ നിൽക്കുമ്പോഴുള്ള നോമ്പാണ്. ശരിക്കും ആ അറഫ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അർത്ഥം? അറിയുക എന്നുള്ളതാണ്. എല്ലാവർക്കും പരസ്പരം കാണുകയും അറിയുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരർത്ഥം പറയാം. അള്ളാഹുവിനെ അറിയുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ വേറെ പറയാം. ഷാവാക്കല്ല, ഇത് ഗുർഫത്താണ്. ഗുർഫത്ത് ക്ലീൻ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ അർത്ഥം വെച്ചപ്പോ. അതേതാ, ഏത് വാക്കാണ്? ആ ഗുർഫത്ത് ക്ലീൻ ചെയ്യായിരുന്നു പറഞ്ഞത്. സോറി, റൂം ക്ലീൻ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ക്ലീനിങ് എന്നുള്ളതിന് ഒരു വാക്കുണ്ടല്ലോ, അതേതാ? നലീഫ് അല്ലേ? നലീഫ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് എന്നല്ലേ അർത്ഥം? അതേ ബന്ധപ്പെട്ട വാക്ക് കാണുന്നുണ്ടല്ലോ. ഓക്കെ, സമയം കളയുന്നില്ല. ഹുജ്റത്താണ് അതിന്റെ ആൻസർ കേട്ടോ. ഉർഫത്തിന്റെ വരുന്നത് ഹുജ്റത്താണ്. ഇനി ഉക്തബ് ഫിഅലുൽ മുദാരി നല്ലഫ. നല്ലഫ എന്നുള്ളതിന്റെ മുദാരി എഴുതുക. അത് വളരെ സിമ്പിൾ ആണ്. അത് പറഞ്ഞേ. തുനല്ലിഫു. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് അഇദ്ദ മുദക്കിറത്തിൻ അൻ ജമാലി തബീഅത്തി ഖറിയതിക. നിന്റെ നാടിന്റെ മനോഹരിതയെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാം. ഓക്കെ, നിന്റെ നാട് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, എവിടുന്ന റെഫറൻസ് എടുക്കാം? ഓക്കെ, ഞാന് നേരത്തെ മഴന്റെ ഇത് പറഞ്ഞല്ലോ, എന്താ പറയാ, ഭയങ്കര മഴ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതിന്റെ ഒരു തഹ്ദീർ നിങ്ങളെ ബുക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. പേജ് നമ്പർ 25-ലുണ്ട്. توجه الحكومة إلى سكان مناطق الساحلية تحذيرا من هطول أمطار غليظة وذلك ابتداء. അവസാനം അതിലുണ്ട്. അതിൽ ആകെ ഒരക്ഷരം മാറ്റി, ഒരൊറ്റ വേർഡേ മാറ്റേണ്ടി ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്, ഇതിന് ആൻസർ കിട്ടാൻ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ നാടിനെ പറ്റിയിട്ട് എഴുതാം. എന്റെ ആൻസർ പറയുകയാണെങ്കിൽ
നിങ്ങൾ എങ്ങനെ പറയാ? മലയാളത്തിൽ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ നാടിനെ പറ്റി എന്താ ചെയ്ത? ഖറിയത്തി ജമീലത്തുൻ. ഒന്ന് ഒരു സെന്റൻസ് എന്തായാലും ആഡ് ചെയ്യാൻ പറ്റിയ അല്ലെ? ഫീഹ അവിടെ ഉണ്ട്, ജിബാൽ മലകളുണ്ട്, അൻഹാർ പുഴകളുണ്ട്, പിന്നെന്തൊക്കെ പറയാൻ നോക്ക്, വൽ ഹദായിഖ് ഹദീഖത്തുണ്ട് തോട്ടങ്ങളുണ്ട്. അല്ലെ? എന്ത് തോട്ടാണുള്ളത്? റബ്ബർ തോട്ടാണുള്ളത്. അത് ഏത് തോട്ടാന്ന് പറയണ്ട. ഏഹ് നല്ല തോട്ടങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടില്, നല്ല അരുവികളുണ്ട്, നല്ല മലകളുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ തൊബിയത്തിനെ മനോഹരമാക്കുന്നു. ഹാദിഹിൽ അഷിയ യുജമ്മിലു, ജമ്മല യുജമ്മിലു തജ്മീൽ എന്ന് പറഞ്ഞാൽ മനോഹരമാക്കുക എന്നർത്ഥം കേട്ടോ. നമ്മുടെ നാടിനെ എന്ത് ചെയ്യുന്നു? മനോഹരമാക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അതിന്റെ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പൊ നാട്ടിലുള്ള വസ്തുക്കളെ വെച്ചിട്ട് ചെയ്ത ജമാലു തൊബിയാണ് ചോദിക്കുന്നത് എങ്കിൽ എന്താ ചെയ്തേണ്ടത്? നാട്ടിലുള്ള പുഴകള്, മരങ്ങള്, കുന്നുകള്, ഐ മീൻ നദികള്, ഇതിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഇത് ഞങ്ങൾ ഇതിന്റെ അടുത്ത് പോയി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. നുഹിബ്ബു അൻ നജ്ലിസ ഇൻദൽ അൻഹാർ, പുഴയുടെ അടുത്ത് നമ്മൾ ഇരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. നുഹിബ്ബു അൻ നസ്അദൽ ജിബാൽ, മല കയറുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നു. വഹുനാക്ക അവിടെ എന്തുണ്ട്? തുയൂറുൻ കസീറ, ഒരുപാട് പക്ഷികളുണ്ട്. വഹൈവാനാത്തുൻ മുത്തനവ്യ, വ്യത്യസ്തങ്ങളായിട്ടുള്ള മൃഗങ്ങളുണ്ട്. മിസ്ല സിൻജാബ്, അണ്ണാനെ പോലെയുള്ള. അതേപോലെ വേറെ എന്തൊക്കെ പറയാൻ പറ്റും? അണ്ണാനെ നമുക്കിപ്പോ നാട്ടിലൊരു മൃഗം ആയിട്ടൊക്കെ പറയാൻ പറ്റില്ല. അണ്ണാൻ തന്നെ മൃഗാണോ എന്ന് ആർക്കറിയാം അല്ലെ? അത് വേറൊരു ജീവിയല്ലേ? കാണിക്കൂട്ടോ അള്ളാഹു. പിന്നുള്ളത് നായും പൂച്ചയും ഒക്കെ പറയാണ്ടാവും നമ്മുടെ നാട്ടിലല്ലേ? ഓക്കെ, പക്ഷെ നമുക്ക് പക്ഷികൾ പറയാം. അടുത്ത 9ാമത്തെ ചോദ്യം, ഇഖ്റഇൽ ഫിഖ്റത്ത് വഖ്തർ മിൻഹ അന്നശാതാത്തുൽ ലാസിമ ലിഹിമായത്തിൽ ബിഅ. താഴെ പാരഗ്രാഫ് വായിച്ചിട്ട് നമ്മൾ അടിയന്തിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? ഹിമായത്തുൽ ബിഅത്തിന് വേണ്ടിയിട്ട്, പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ അടിയന്തിരമായിട്ട് എന്തൊക്കെ കാര്യം ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ നേരത്തെ ഇവിടെ ഉണ്ടല്ലോ, ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ കുറച്ചൊന്നും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. തഷ്ജീർ, ഫൈലാന്, ഹരീഖുൽ ഹാബ, ഖിയാമു ബിത്തൗഇയ, ബുർക്കാന്, മുഹാഫദത്തുൽ ബിഅ മിന തലവ്വുസ്. ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇത് നമ്മൾ ഇവിടേക്ക് പോവാം. എന്താണ് ചോദ്യം? ഇന്ന ഹിമായത്തുൽ ബിഅ വാജിബത്തുൻ അലാ കുല്ലി ഷഖ്സ്, എല്ലാ മനുഷ്യന്മാർക്കും ഈ പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വമിൻ നഷാത്താത്തിൽ വാജിബ ലിൽ ഹിമായ, ഇവിടെ തന്നെ ആൻസർ ഉണ്ട്. വമിന നഷാത്താത്തിൽ വാജിബ, നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റികളാണ് ഹിമായത്തുൽ ബിഅത്തിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ്? അൽ മുഹാഫദത്തു അല നദാഫ, അല നദാഫത്തുൽ ബിഅ, പരിസ്ഥിതിയുടെ സംരക്ഷണം. ഏതില്? അത് വൃത്തിയായി സൂക്ഷിക്കുന്നത്. വത്തസ്ജീർ, മരം പിടിപ്പിക്കല്. വത്തൗഇയ, എന്ത് ചെയ്യല്? നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആളുകളെ അവബോധം ഉണ്ടാക്കല്, ബോധവൽക്കരണം. എന്തിനെ പറ്റിയിട്ട്? അൽ ഇസ്തിഖ്ദാമിൽ മിയാഹി, വെള്ളം ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട്. വ ഇആദത്തി അത്തദ്വീർ, അതേപോലെ തന്നെ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക് ഒക്കെ അവിടെ ഇവിടെ വലിച്ചെറിയാതെ അത് എന്ത് ചെയ്യാ? റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതിനെ പറ്റി. വ തഖ്സീറു ഫിൻ നശാത്താത്തിൽ വാജിബ, ഈ പറഞ്ഞ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നല്ലോണം ചെയ്യുന്നില്ലെങ്കിൽ, യുഅദ്ദി ഇലാ ഫസാദിൽ അർദ്, ആ ഭൂമിയുടെ നാശത്തിന് കാരണം. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ നശാത്താത്തുകൾ ഏതൊക്കെയാന്ന് എഴുതാനാണ്. ഒന്നിവിടെ ആൻസർ തന്നത് തസ്ജീർ, പിന്നെ തൗഹിയത്തുണ്ട്, നലാഫത്തു അൽ മുഹാഫദത്തു അല നലാഫത്തിൽ ബി ഉണ്ട്, അൽ മുഹാഫദത്തു അല നലാഫത്തിൽ ബി, പിന്നെ തൗഹിയത്തു ഇസ്തിഖ്ദാമിൽ മിയാ, പിന്നെ ഇആദത്തു തദ്വീർ. ഈ 4 എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് അതിന് എന്ത് ചെയ്യാം? ഒരു യോജിച്ച മറ്റേ ഇത് ചെയ്ത കമന്റ് ചെയ്ത താലീക്ക് ചെയ്ത, അത് നിങ്ങളെ ഭാവനക്കനുസരിച്ച് ചെയ്തേണ്ട ഒരു സാധനമാണ്. ഓക്കെ, എന്താ ഇതിപ്പോ താഴത്തെ ഞാൻ ഉപ്പാപ്പ ചെറിയ കുട്ടിനെ എടുത്തു പോകുന്നത്? അതേപോലെ തന്നെ മറ്റേ കാല് വയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ പിന്നെ ഡിഫറന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഫുട്ബോൾ കളിക്കുന്നത്. ഇത് കിട്ടോ?
കിട്ടോ കേൾക്കുന്നില്ല? ഞാൻ പറയണ കേൾക്കണ്ടല്ലേ? ഇവിടെ 4 ആൾക്കാര് ക്ലാസ്സിൽ നിന്ന് കേറിണ്ടോ? ആരോ ഉണ്ട്. പിന്നെ അഫ്നാസ് ഉണ്ട്. പിന്നെ വിസാലുണ്ട്. വേറെ ആരോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യത്തിന് എന്ത് കമന്റ് കൊടുക്കും? നമുക്ക് ഉണ്ടാക്കാം കമന്റ്. ഒന്നാമത്തത്, ഈ വെള്ളപ്പൊക്കം ആളുകളുടെ ജീവിതം ദുരിതത്തിലാക്കും എന്ന് പറയാം നമുക്ക്, അല്ലെ? വെള്ളപ്പൊക്കത്തിന് എന്തായാലും വാക്ക് ഉപയോഗിക്കാം. വെള്ളപ്പൊക്കത്തിന്റെ വാക്ക് പറയടാ. ആരെങ്കിലും ഒന്ന് പറയാം വെള്ളപ്പൊക്കത്തിന്റെ വാക്ക്. ഇവിടെ മേലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് നോക്കി പറഞ്ഞാൽ മതി. ഇതിലുണ്ട്. പറ. വയലാന. എന്താ വെള്ളപ്പൊക്കം? ഫൈവാൻ. ഓക്കെ, ഓർമ്മിച്ച് വെക്കണേ. ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഓർമ്മയിലുണ്ടാവണം. ഫൈവാൻ. അപ്പൊ അൽ ഫൈലാൻ യുഹ്ലിക്കു ഹയാത്തുൽ ഇൻസാൻ. വെള്ളപ്പൊക്കം ആളുകളുടെ ജീവിതം എന്ത് ചെയ്യും? നശിപ്പിക്കും. അൽ ഫൈലാൻ യുഹ്ലിക്കു ഹയാത്തൽ ഇൻസാൻ. രണ്ടാമത്തേത് ഈ മുആഖീനാണ്. അപ്പോ മുആഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ വയ്യാത്ത ആളുകളാണ്. എന്തെങ്കിലും പിന്നെ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് മുആഖ് എന്ന് പറയാം. ഇവിടെ പറയുന്നത് എന്താണ്? കാണുന്ന ചിത്രത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്താണ്? നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്തു കിട്ടും, അല്ലെ? നമ്മുടെ പ്രശ്നങ്ങളല്ല പ്രശ്നം, അതായത് നമുക്ക് ഇല്ലായ്മകളല്ല പ്രശ്നം. നമ്മുടെ പരിശ്രമങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല സ്ഥലത്ത് എത്താൻ പറ്റും. അതിനെപ്പോഴും അറബി പറയുന്ന ഒരു കമന്റ് ഉണ്ട്, മൻ ജദ്ദ വജദ. മൻ ജദ്ദ വജദ. ഇത്തരത്തിൽ ചിത്രം വന്നാൽ നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് എഴുതാം, ഫുൾ മാർക്ക് കിട്ടും, ഷുവർ. ഓർമ്മിച്ച് വെച്ച് എഴുതി വെച്ചോളൂ ഈ വാക്ക്. മൻ ജദ്ദ വജദ. ആര് പരിശ്രമിച്ചോ അവൻ കണ്ടു, അവൻ നേടി. മൻ ജദ്ദ വജദ. ഓക്കെ, അടുത്തത് ഈ പിന്നെ ലാഹിലുൽ ജദ്വൽ വകമ്മിൽ ഫറ, നമ്മളെ സർഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ വരുന്നത് പിന്നെ മുഫ്രദ് മുസന്ന ജമ്മ്. കതബ കതബ. അടുത്തെന്താ വരിക? കതബ കതബ മാദിയാണത്. കതബു. കതബു. പിന്നെ സ്ത്രീലിംഗാകുമ്പോൾ കതബത്ത് കതബത്ത കതബിന. പിന്നെ ആ ഒരു 14 പഠിച്ചേക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കതബ കതബ കതബു, കതബത്ത് കതബത്ത കതബിന. പിന്നെ വരുന്ന എന്തൊക്കെയാണ്? അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന. അതങ്ങോട്ട് കുറച്ച് പകുതി മുർസിയുടെ കൂടെ ചേർക്കുന്നതാണ്. അൻത എന്നുള്ളത് ചേരുമ്പോ കതബ്ത. അൻതുമ ആവുമ്പോ കതബ്തുമ, കതബ്തും, കതബ്തി, കതബ്തുമ, കതബ്തുന്ന. പിന്നെ ഞാൻ എന്നുള്ളതിന് കതബ്തു, ഞങ്ങൾ എന്നുള്ളതിന് കതബ്ന. ഇത് മാവിന്റെ കേസിലാണ്. ഇതേപോലെ മുലാരിന്റെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. മുലാരിന്റെ പുസ്തകത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട്. അത് തെക്തുബീന അഥവാ മുലാരി എഴുതിയിടത്തില് തെർജിഊന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെയാണ്, തെറ്റല്ല അത്. യഫ്അലു യഫ്അലാനി യഫ്അലൂന, അത് മൂന്നും മുദക്കറാണ്. തഫ്അലു തഫ്അലാനി യഫ്അല. പേജ് നമ്പർ 17 കേട്ടോ. പേജ് നമ്പർ 17 ഉണ്ട് ഈ ഒരു സംഗതി. ജലസ ജലസ ജലസു, ജലസത്ത് ജലസത്ത ജലസ്ന, യജ്ലിസു യജ്ലിസാനി യജ്ലിസൂന, തജ്ലിസു തജ്ലിസാനി യജ്ലിസ്ന. അത് നന്നായിട്ട് പഠിച്ചേക്കുക, ആ ഒരു പാറ്റേൺ. പേജ് നമ്പർ 17 ഓക്കെ. അടുത്തത് താഴെയുള്ള ഈ ഒരു സംഭവം ഉണ്ട്, അത് വായിച്ചു നോക്കുക. എന്നിട്ട് മാദിനൊക്കെ മുതാരി ആക്കുക. ഓക്കെ,
റജഅത്ത് സൈനബ് മഅ സൗജി വൽ ഔലാദി ഇലൽ ബൈത്ത്. സൈനബ് ഉമ്മാന്റെയും അല്ല മക്കളുടെ കൂടെ എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയി. വകാനൽ ബൈത്ത് മലീഅൻ ബിൽ ഔസാഖ്. വീട് വളരെ എന്താ പറയാ പ്രശ്നങ്ങൾ, അതായത് ഔസാഖ് എന്ന് പറഞ്ഞാൽ വൃത്തികേട് അല്ലെങ്കിൽ വൃത്തിയില്ലായ്മ നമ്മൾ പറയില്ല, എന്താ പറയാ കച്ചറകൾ എന്നറിയില്ല നമ്മള്, അതിനാണ് വസിഖ് ഔസാഖ് എന്ന് പറയാ. വീട് ആകെ കച്ചറ കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. നല്ലഫൽ വാലിദു അൽ ഖുറഫ്. അപ്പൊ ഉപ്പ എന്ത് ചെയ്തു? ഓക്കെ, സൈനബ് സൗജിന്റെ ഔലാദിന്റെയും കൂടെ കേട്ടോ പോയത്. സൈനബ് എന്ന് പറഞ്ഞാല് സ്ത്രീയാണ്. സൈനബ് മടങ്ങി വീട്ടിലേക്ക് ഭർത്താവിന്റെയും മക്കളുടെയും കൂടെ. ആ വീട് എന്ത് ചെയ്തിരിക്കുന്നു? കച്ചറായിട്ട് നിറഞ്ഞെടുക്കായിരുന്നു. അപ്പൊ നല്ലഫൽ വാലിദ്, ഉപ്പ ക്ലീൻ ചെയ്തു അൽ ഖുറഫ്, റൂമുകൾ. വസാഅദഹു അഹ്മദ്, അഹ്മദ് അവരെ സഹായിച്ചു. അപ്പൊ നമുക്കിവിടെ മൂന്ന് വേർഡുകളാണ് മാദി ഉള്ളത്. റജഅത്ത്, നല്ലഫ, സാഅദ. റജഅത്ത് എന്നുള്ളതിന്റെ മുദാരി എന്തായിരിക്കും? അത് സ്ത്രീലിംഗാക്കി തന്നെ പറയണം. റജഅ യർജിഉ ആണ്, പക്ഷെ സ്ത്രീലിംഗാകുമ്പോ എന്താ മാറ്റം വരിക എന്നാണ് പറയേണ്ടത്. റജഅത്ത് എന്നുള്ളതിന്റെ മുദാരി എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയടാ. ആരും പറയൂല, ഞാൻ സമയം കളയില്ല. യർജിഉ എന്നാണ് ശരിക്കും പറയേണ്ടത്, പക്ഷെ അത് പുല്ലിംഗത്തിനാണ് പറയാ. ഇവിടെ നമുക്ക് സൈനബാണ്, അവിടെ സ്ത്രീലിംഗാണ്. അപ്പൊ എന്ത് വേണം? യർജിഉ എന്നുള്ളത് താ എന്നാക്കണം, തെർജിഉ എന്നാക്കണം കേട്ടോ. പിന്നെ നല്ലഫക്ക് കുഴപ്പമൊന്നുമില്ല, അതിന്റെ കൂടെ യാ ചേർത്താൽ മതി. യനല്ലഫു അല്ല, നല്ലഫയില് 4 അക്ഷരങ്ങളുണ്ട്, അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? യുനല്ലിഫു എന്ന് വേണം പറയാൻ. നല്ലഫ യുനല്ലിഫു. അതേപോലെ സാഅദക്കും യു ആണ് വരിക. സാഅദ യുസാഇദു, സാഅദ യുസാഇദു. അപ്പൊ ഈ വസനുകളാണ് അതിൽ ഓർമ്മിച്ചു വെക്കേണ്ടത്. അതായത് ഫഅല എന്ന് പറഞ്ഞ വസനാണെങ്കിൽ അതിന്റെ മുവാരി യുഫഇലു ആയിരിക്കും. ഏത് വാക്ക്, ഉദാഹരണത്തിന് ഒരുപാട് വാക്കുകൾ നമുക്കുണ്ട് ഫഅല വസനില്. കറമ, ദറസ, അല്ലമ, അങ്ങനെ ഈ പറഞ്ഞ വാക്കുകളൊക്കെ മുവാരി എന്തായിരിക്കും? അല്ലമ യുഅല്ലിമു, ദറസ യുദർരിസു, അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. പിന്നെ സാഅദ ഫഅല വസനാണെങ്കിൽ ഷാഹദ, ഖാതല, ലാഅബ, ഇതിന്റെ ഒക്കെ മുവാരി വരിക യു വെച്ചിട്ടാണ്. യുലാഇബു, യുഖാതിലു, യുജാഹിദു, യുഷാരിക്കു. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കാം. അടുത്തത് മഅലൂമാത്തുൽ മുഖദ്ദിം. എന്താണ്? അൽ മജ്ലിസുൽ ഖുറവി യുവസ്സിഉ അൽ മുസാഅദത്ത് ലിതർമീമിൽ മദാരിസ് അബ്ബി അൽ ഇസ്തിമാറ അൽ ഇലക്ട്രോണിയ. ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ഈ മദ്രസയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് ഇതില്, എന്താ പറയാ, പഞ്ചായത്തില്. അപ്പൊ അതിനുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യണം? കൊടുക്കണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പൂരിപ്പിക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടൊക്കെ എന്താണ് വേണ്ടതെന്നുള്ള എഴുതിയാൽ മതി, ബാക്കിയുള്ളതിൽ ടിക്ക് ഇട്ടാലൊക്കെ മതി. ഓക്കെ. മഅലൂമാത്തുൽ മുഖദ്ദം, അപ്ലിക്കൻസിന്റെ വിവരങ്ങൾ. മഅലൂമാത്തുൻ അനിൽ മദ്രസ അൽ മഫ്ഖൂദ. ഈ മറ്റേ വെള്ളപ്പൊക്കത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുള്ള മദ്രസകള്, കേടുപാടുകളൊക്കെ പറ്റിയ മദ്രസകളായിരിക്കും. അതിനാണ് നമുക്ക് എന്ത് ചെയ്യാ, പഞ്ചായത്തിൽ നിന്നൊക്കെ അതൊക്കെ കിട്ടുക. അപ്പൊ അങ്ങനെ നശിച്ചു പോയിട്ടുള്ള അതിന്റെ സ്ഥിതി വിവരങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ മഅലൂമാത്തുൽ മുഖദ്ദം എന്ന് പറഞ്ഞാൽ അപ്ലിക്കൻസിന്റെ വിഷയങ്ങളാണ്. നാദിറുൽ മദ്രസത്ത് ആരാണ്, സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആരാണ്, സ്കൂളിന്റെ അഡ്രസ്, പിന്നെ സ്കൂളിന്റെ ഐഡന്റിറ്റി, ഒരു ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും, ഏതെങ്കിലും ഒരു നമ്പർ എഴുതിയാൽ മതി. റഖ്മുൽ ഹാത്തിഫ്, ഫോൺ നമ്പർ. അൽ ബരീദുൽ ഇലക്ട്രോണിക്, HM-ന്റെ മെയിൽ ഐഡി. ഇതൊക്കെ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയാൽ മതി. ശരിക്കും ഇംഗ്ലീഷിൽ എഴുതിയാൽ പറഞ്ഞാൽ അറബി തന്നെ ആവണമെന്നില്ല. അറബി ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് മറ്റേതിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് അറബിയിൽ എഴുതാൻ പറ്റുമെങ്കിൽ നല്ലത്. റഖമുൽ ഹാത്തിഫും റഖമു ബിദാഫത്തുൽ മുബീൻ. റഖം എന്ന് കണ്ടാൽ ഉറപ്പിച്ച അത് നമ്പറാണ്, എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്.
ആത്തിഫുകൾക്ക് അറിയാം ഫോൺ നമ്പറാണ്. ഇപ്പൊ മറ്റേത് വേറൊരു നമ്പർ. മറ്റേ നമ്പർ എഴുതുമ്പോ എന്ത് ചെയ്യാ, 532 ബാർ 344 എന്നൊക്കെ ഇല്ലേ, വെറുതെ ഒരു ബാറൊക്കെ ഇട്ടിട്ട് ഒരു സ്ലാഷ് ഇല്ലെങ്കിൽ ഒരു വര ഇടുന്നില്ലേ, ആ വരയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാ എഴുതാം. പിന്നുള്ളത് മദ്രസത്തിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ്. അപ്പൊ അതിൽ ആദ്യം പിന്നെ എങ്ങനെയായിരുന്നു അതിന്റെ മേൽക്കൂര എന്നുള്ളൊരു ചോദ്യമുണ്ട്. സഖഫ് ഖർസാനായിരുന്നു, ബലാത്തായിരുന്നു, ആയിരുന്നു, കോൺക്രീറ്റ് ആയിരുന്നു, അതല്ല ഓടായിരുന്നു, അല്ലെ വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരുന്നു. അപ്പൊ നമ്മള് ഓടിന്റെ ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ ഖർസാന പറയും. പിന്നെ മദ്രസത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മുദമ്മർ കാമിൽ പൂർണ്ണമായിട്ട് പൊട്ടിപ്പോയിട്ട്, മുദമ്മർ ജുസ്ഇയൻ കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചാണ് പൊളിഞ്ഞത്, അപ്പൊ നമ്മൾ ഏതെടുക്കും? മുദമ്മർ ജുസ്ഇ എന്നുള്ളതിന് ടിക്കിടും. പിന്നെന്താണ് വെക്കുന്ന ഈ അപ്ലിക്കൻസിന്റെ ഒപ്പ്, മക്കാന്, ചുഴലി, താരീഖ്, ഏതെങ്കിലും ഒരു സാധനം. ഓക്കെ. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോ അങ്ങനെ എന്ത് ചെയ്യരുത്, കറക്റ്റ് ഒപ്പും പിന്നെ കറക്റ്റ് സ്ഥലത്തിന്റെ പേരും എഴുതേണ്ട, ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരും കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. അപ്പൊ ഇത് സിമ്പിൾ സാധനമല്ലേ, ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് പൂരിപ്പിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് മനസ്സിലാക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയാലും. ഓക്കെ. നെക്സ്റ്റ് ഒരു സാധനം കൂടെ, ഇതോടെ വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂണിറ്റിന്റെ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് വേറെ ദിവസം പറയാം. ഓക്കെ. അടുത്ത എന്താ പറഞ്ഞാൽ ലാഹിൽ ജദ്വല തഖ്സി വക്തുബ് കമാഫിൽ മിസാൽ. താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇത് നോക്കുക, എന്താ പറയാ, പാറ്റേൺ നോക്കുക, ഒരു ടേബിൾ നോക്കുക. എന്നിട്ട് അതില് അന്തരീക്ഷത്തിലെ മറ്റേ എന്താ പറയാ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, നമ്മൾ ഓരോ ദിവസം എന്താ അവസ്ഥ നോക്കല്ലോ, കാലാവസ്ഥ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കണം. അതിൽ നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ട വാക്കുകൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഫുള്ള് കോപ്പി അടിക്കാം. ഏത് കോപ്പി അടിക്കുക പറഞ്ഞാല് മേലേന്ന് നോക്കി താഴേക്ക് എഴുതാം. ആഗസ്റ്റ് 2025 എന്നുള്ളതിന് 15 മാറ്റുക, പിന്നെ ഇവിടെ 16 ആക്കുക, 17 ആക്കുക, 18 ആക്കുക. ഇവിടെ യൗമുൽ ജുമയാണെങ്കിൽ യൗമു സബത്ത്, യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഹാറുൻ, ബാരിദുൻ, മാത്തിറുൻ മഴ പെയ്യുന്നതാണ്, പിന്നെ ഹാറുൻ, അങ്ങനെ 4 മാറ്റി മാറ്റി എഴുതി കൊടുക്കുക. കഴിഞ്ഞു. അപ്പൊ അതിന്റെ എഴുതാനുള്ള ഹിന്റുകളൊക്കെ അവിടെ തന്നെ ഉണ്ട്, നമ്മുടെ മേലെ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ. ഇവിടെ ആഗസ്റ്റ് 25 എന്നുള്ളതിന് നമ്മള് 15 എന്നുള്ളതിന് ആഗസ്റ്റ് 16 ആക്കും, 17 ആക്കും, 18 ആക്കും. ജുമ എന്നുള്ളത് എന്തായി, സ്വാഭാവികമായിട്ട് 15 വെള്ളിയാഴ്ച ആണെങ്കിൽ പിന്നെ 16 ശനിയായിരിക്കും. അപ്പൊ യോമുൽ സബത്ത്, യോമുൽ അഹദ്, യോമുൽ ഇസ്നൈൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഹാറാക്കാം. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ബാരിദ്, മാത്യർ മഴ പെയ്യുന്നതാണ്, മാത്യർ. പിന്നെ വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ മതി. ഹാർ എഴുതാം, മാത്തിർ എഴുതാം, ഏതെങ്കിലും ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. ഇനി വേറെ തന്നെ എഴുതണമെങ്കിൽ നമുക്ക് വേറൊരു സാധനം ഏതാണ്, ഹൊമൂമി എന്ന് പറയും. ഹൊമൂമി എന്ന് പറഞ്ഞാല് മേഘാവൃതമായത് എന്നർത്ഥം. ഹൊമൂമി അല്ലെ റായിം, റായിം എന്ന് പറയാം. റൈം എന്ന് പറഞ്ഞാൽ മേഘാണ് അർത്ഥം. അപ്പൊ മേഘ ഉള്ളതിന് നമുക്ക് എന്ത് വിളിക്കും? റായിം എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഇതിൽ മാക്സിമം വരാനുള്ള സാധ്യതയുള്ള എല്ലാ മോഡൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി വാക്കുകളൊക്കെ മാറുള്ളൂ. ഓക്കെ. അതേപോലെ നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെത് ഇൻഷാല്ല വേറൊരു ദിവസം എന്ത് ചെയ്യാവുന്നതാണ്, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തേതിന് അത്രയും മതി തോന്നുന്നുണ്ട്. ഓക്കെ. ഇൻഷാല്ല എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിച്ചോളൂ, ഇതുവരെ പറഞ്ഞതില്. ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ? എല്ലാരെയും ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ലായിരിക്കും. എന്താടാ ആരൊന്നും മിണ്ടണില്ല? നിങ്ങൾ പോയോ? അവിടെ ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ ചായ അടിക്കാൻ പോയാലോ? ഉറങ്ങിയോ? ആരുണ്ട് അവിടെ? ആ, റിസാല അവിടെ ഓണാക്കി കളിക്കണ്ട്.
ഓക്കെ, ഇന്ന് ആർക്കൊക്കെ എക്സാം ഉള്ളത്? മദ്രസിന്റെ എക്സാം ഉള്ളത്? അവരെ പേരിവിടെ കാണില്ല, കൊറേ കള്ളിയെ കാണുന്നത്. ആളാരാ? കൈ പൊന്തിച്ച ഒരാള്, പേരില്ല ആൾക്ക്. ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല. എനിക്ക് എന്താ പറഞ്ഞാല് നിങ്ങളെ പേരോട്ട് മാത്രം ആളെ തിരിയില്ല, മുഖം കണ്ടാലേ ആളെ മനസ്സിലാവുള്ളൂ ആരാ വന്നെന്നുള്ളത്. പേരും മുഖവും തമ്മിൽ മാച്ച് ചെയ്തിട്ട് എന്റെ ബ്രെയിനിൽ ഫീഡ് ആയിട്ടില്ല. എനക്കും ഐജിബിക്ക് എക്സാം ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എക്സാം എത്ര മണിക്കാ? 10 മണിക്കോ? അറിയില്ല. ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ ചെയ്തതിന്റെ റെക്കോർഡ് അവൈലബിൾ ആവും. റെക്കോർഡ് ഞാൻ ഒന്നുകൂടി തരാം. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നല്ല വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടല്ലോ, അത് നോക്കിയിട്ട് ഒന്നുകൂടി നോക്കാം. പഠിക്കുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ റെക്കോർഡിങ് എടുക്കാവുന്നതാണ്. ഞാൻ ആ റെക്കോർഡ് കുറച്ച് കഴിയുമ്പോൾ കിട്ടും. ഇപ്പൊ ഞാൻ ചെയ്ത ക്ലാസ്സിന്റെ റെക്കോർഡ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടും. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നുകിൽ യൂട്യൂബിൽ ഇടാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ അയച്ചുതരാം. വാട്സാപ്പിൽ അയക്കുന്നതൊക്കെ നല്ല യൂട്യൂബ് ആയിരിക്കും, കാരണം വാട്സാപ്പ് അയച്ചാൽ ഡൗൺലോഡ് ചെയ്തിട്ട് കുറെ സൈസ് MB ഫോണിലൊക്കെ ഫുള്ളാവും. അപ്പൊ പറ്റുമെങ്കിൽ ഞാനൊന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് തരാം. ഓക്കെ, ഓക്കെ. അത് പുറമേക്ക് ഷെയർ ചെയ്യാനുള്ളതല്ല, നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അത് ബാക്കി മറ്റേ ക്ലാസ്സുകൾക്കും മറ്റിടത്തിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ഓഫാക്കിയിടും. നമുക്ക് യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള സാധനം. ശരി, അസ്സലാമു അലൈക്കും. वालेकुम सलाम।